ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചെറുപയർ കൃഷിയാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസൊക്കെ അതല്ലെങ്കിൽ നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയൊക്കെ കൃഷി ചെയ്തിരുന്ന ഒരു പയർ കൃഷി, അതായത് ചെറുപയർ കൃഷി. പണ്ടൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ചെറുപയർ, വൻപയർ, അതേപോലെ മുതിര, പഞ്ഞിപ്പുല്ല്, എള്ള് ഇതൊക്കെ കൃഷി ചെയ്യുമായിരുന്നു. പിന്നെ കരവിത്ത് ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പം അവിടെ എല്ലാം റബ്ബർ നട്ടിരിക്കുകയാണ്. ഇപ്പം കൃഷി ചെയ്യാനൊന്നും സ്ഥലമില്ലാത്തൊരു കണ്ടീഷനാണ്. അപ്പം ഞാനിന്ന് എൻ്റെ പറമ്പിൽ കുറച്ച് ചെറുപയർ നടാമെന്ന് വിചാരിച്ചു. കപ്പയൊക്കെ നട്ടിട്ട് എല്ലാ എലി കൊണ്ടുപോവുകയാണ്. അപ്പം കുറച്ച് ചെറുപയർ നട്ടിട്ട് കുറച്ച് കപ്പയും കൂടെ നടാമെന്ന് വിചാരിച്ചു. എലിയുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. നമ്മൾ പൊരുതി നിൽക്കണം അവരുടെ മുമ്പിൽ. അപ്പം ഞാൻ കുറച്ച് ചെറുപയറും കുറച്ച് കപ്പയും കുറച്ച് വൻപയറും കൂടെ നടാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ നമ്മുടെ പിള്ളച്ചേട്ടൻ വന്നിട്ടുണ്ട്. പിള്ളച്ചേട്ടൻ അതിൻ്റെ പരിപാടിയിലാണ്. അയ്യൊക്കെ ചെത്തി വെക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ പയറിടാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ വൻപയറും കുറച്ച് നടുന്നുണ്ട്, ചെറുപയറും കുറച്ച് നടുന്നുണ്ട്. ഇപ്പം നല്ല സമയമാണ്. മിഥുനമാസത്തിലെ പയർ നടാൻ പറ്റിയ സമയമാണ്. അപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ അമര കൃഷിയുടെ അടുത്താണ്. അപ്പോൾ അമരയൊക്കെ നല്ലതുപോലെ കായൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. എല്ലാത്തിലും നിറയെ അമരയ്ക്ക വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അമര കൃഷി കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അമര പൂത്തതും കാ പിടിച്ചതും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടൺ ഇട്ടേക്കാം. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. അതും കൃഷി ചെയ്യണം. എല്ലാം നിങ്ങളൊന്ന് കൃഷി ചെയ്ത് നോക്കണം. അപ്പം നമുക്കിനി ചെറുപയർ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ ചെറുപയർ, ഇത് വൻപയർ. ഇത് പകുതി വിധമാണ് ഞാൻ നടുന്നത്. കുറച്ച് സ്ഥലം എടുക്കുന്നുണ്ട്. കപ്പാതി വിധം നടാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് പുറകാലെ കണ്ടറിയാം. ഇപ്പം എന്തായാലും നമ്മൾ നട്ട് നോക്കുകയാണ്. അപ്പം ആദ്യം തന്നെ പിള്ളച്ചേട്ടൻ രാവിലെ വന്നു. ഇവിടെ എല്ലാം ചെത്തി വെച്ചിട്ടുണ്ട്. ആദ്യം ചെത്തി വെച്ചിട്ട്, പണ്ടൊക്കെ ആണെങ്കിൽ ഇത് ചാമ്പൽ വാരി വിതറിയിട്ട് കൂടുതൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ വളം വാരി വിതറിയിട്ട് ഈ പയറും വിതറുകയാണ് ചെയ്യുന്നത്. ചിലരാണെങ്കിൽ നുള്ളി വയ്ക്കാറുണ്ട്. അതും കൂടെ രണ്ട് രീതി ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് നോക്കിക്കോളാം. പണ്ടൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നത് ഇങ്ങനെ വളം ഇടുമായിരുന്നു. ആദ്യം ഒരു നാലെടുത്ത് പിന്നെ ഇതിന് വളമൊന്നും ചേർക്കുന്നു. ആദ്യം രണ്ട് സൈഡിൽ നിന്നും മണ്ണ് ചെത്തി വെക്കണം. അതിന് ശേഷമാണ് ഇങ്ങനെ വളം ഇട്ട് കൊടുക്കുന്നത്. 4 ലൈനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് 2 പയറങ്ങ് വെച്ച് കൊടുത്താൽ ആദ്യം കുഴിച്ചൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ 2 സൈഡിൽ നിന്നും മണ്ണ് വെട്ടിക്കോരി ഇതിനകത്ത് ഇടും. അത് പണ മാതിരി വെക്കണം. കാരണം പിന്നെ മഴവെള്ളമൊന്നും തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണം ഊരി നടുന്നത്. അല്ലേലും തറയിൽ നമുക്ക് കുത്തി വേണമെങ്കിലും നടാം. ഇങ്ങനെ നടുന്നതാണ് ഏറ്റവും നല്ലത്. വളം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 4 ലൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വളം വാരി വിതറിയിട്ട് അതിൻ്റെ പുറകെ നമുക്ക് ഈ പയറും വിതറി കൊടുക്കാം. 2 രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ ഞാൻ നുള്ളി ഇട്ടതാണ് കാണിച്ചത്. പയറും അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. ഇനി പിള്ളച്ചേട്ടൻ 2 സൈഡിൽ നിന്നും മണ്ണ് വെട്ടി ഇടുന്നതായിരിക്കും. അതും ഇനി കണ്ടോളും. അപ്പം വളം വാരി വിതറി പയർ നടുന്ന രീതിയാണിത്. അത് പിള്ളച്ചേട്ടനാണ് കാണിക്കുന്നത്. ആദ്യം വളം വിതറി കൊടുക്കുക. ചെറുപയർ ഇപ്പോൾ നമുക്ക് 2-3 ഒക്കെ വെച്ച് നടാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് അത് വാരി വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചെറുപയർ ഇടുവാന്നേ. വെതറി കൊടുത്ത് വേണം പോകാൻ. ഇനിയിപ്പം നമ്മൾ വളം ഇട്ടു, പയറും വിതച്ചു. 2 സൈഡിൽ നിന്ന് നമ്മൾ പണ കോരി മണ്ണടിപ്പിച്ച് കൊടുക്കണം. ആദ്യത്തെ വെട്ട കരയിലോട്ട് വെച്ചിട്ട് പിന്നത്തെ മണ്ണ് നടുക്കോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൃഷിയൊന്നും എങ്ങും കാണാനില്ല. ഒരാഗ്രഹത്തിൻ്റെ പേരിലങ്ങ് ചെയ്തതാണിത്. ഇനി ഇതിൻ്റെ പാത്തിയിലാണ് നമ്മൾ കമ്പ് വയ്ക്കുന്നത്.
രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മണ്ണ് കോരിയിട്ട് കൊടുക്കാം. ഇനി പയറിന് യാതൊരു വളപ്രയോഗവും ഇല്ല. കമ്പ് വെക്കുന്ന രീതിയും കൂടെ എങ്ങനെയാണെന്ന് നോക്കിയോ. ഇപ്പം രണ്ട് കാര്യം നടക്കുന്നത്. രണ്ട് തടത്തിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമ്മൾ പാത്തി കൂട്ടി കമ്പും കൂടെ വെക്കും. അപ്പം നമുക്ക് പയറും ആവും കപ്പയും ആവും. അപ്പം ഒരേപോലെ നമുക്ക് രണ്ടും കിളിച്ച് വരും. അപ്പോൾ ഈ പയറിൻ്റെ വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ആ പയറിൻ്റെ ഇതെല്ലാം ഉണങ്ങിയതെല്ലാം ഈ പാത്തിയിലിട്ട് നമുക്ക് ചിക്കി എടുപ്പിക്കാൻ സാധിക്കും. ഈ പയറെന്ന് പറഞ്ഞാൽ ഈ പയറിൻ്റെ വേരിൽ നല്ല നൈട്രജൻ ഉള്ളതാണ്. അപ്പം ഇത് കൃഷികൾക്ക് നല്ലതാണ്, നമ്മുടെ മണ്ണിന് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ പയറിൻ്റെ കൃഷിയൊക്കെ ചെയ്യുന്നത്. അതുപോലെ ഇത് പറിച്ച് തെങ്ങിൻ്റെ മൂട്ടി ഇട്ടാലും ഇത് നല്ലൊരു വളമാണ്. മരച്ചീനിയും കൂടെ നടുകയാണ്. 1.5 മുട്ട് താത്താണ് നടുന്നത്. 1.5 മുട്ട് താത്താണ് ചീനിക്കമ്പ് നടുന്നത്. മരച്ചീനി എന്ന് പറയും, ചീനിക്കമ്പെന്ന് പറയും, കപ്പയെന്ന് പറയും. ഓരോ സ്ഥലത്തും ഓരോന്നാണ് ഇതിന് പറയുന്നത്. ചെറുപയറും വൻപയറും കൃഷി ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. കൃഷി ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് അറിയാമോ? എൻ്റെ മഞ്ഞൾ കണ്ട തൊട്ട് പുറകിലുണ്ട്. മഞ്ഞളൊക്കെ വളർന്ന് അതിന് വളമൊക്കെ ഇട്ട് വെട്ടിയടുപ്പിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പം മഞ്ഞൾ കൃഷിയൊക്കെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം കേട്ടോ. ചെയ്തിട്ടില്ല എന്നുള്ളവർ ചെയ്യുകയും വേണം. അത് ഐ ബട്ടൺ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. നല്ലതുപോലെ കൃഷി ചെയ്തൊക്കെ രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓരോ പ്രാവശ്യവും ഞാൻ ഓരോ നട്ടതൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.